റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നിങ്ങളെ കൊണ്ട് ഈ നിലക്കൊക്കെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുത്ത് കാരുണ്യത്തോടെ സംസാരിച്ച് വിനയത്തോടെ സംസാരിച്ച് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോ, അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചോ. നിങ്ങളെ കൊണ്ടത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയണം, ദുആ ചെയ്യണം, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ഞാൻ ചെറിയ കുഞ്ഞായ സമയത്ത്, കുട്ടിയായ സമയത്ത് എന്നെ താലോലിച്ച് എന്നോട് കരുണ കാണിച്ച് ഓമനിച്ച് എന്നോട് കരുണ കാട്ടിയതുപോലെ എന്റെ ഉമ്മയോടും ബാപ്പയോടും നീ തന്നെ കരുണ കാണിക്കണേ അല്ലാ. മക്കളെ കൊണ്ട്, ഒരു മകനെ കൊണ്ടും ലോകത്ത് ഉമ്മയോടും ബാപ്പയോടുള്ള കടപ്പാട് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, ആദ്യം ഇതൊക്കെ പറഞ്ഞു, അവരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം, നല്ല സംസാരം വേണം, അവരെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറയാൻ പാടില്ല, കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, എന്നിട്ട് റബ്ബിലേക്ക് കേൾപ്പിക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുത്ത് കുഞ്ഞുമക്കളായപ്പോ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ ആ ഉമ്മയോടും ബാപ്പയോടും നീ കരുണ കാണിക്കണേ എന്ന് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. ഈ ഒരൊറ്റായത്തിന്റെ ഗൗരവം, അതിന്റെ മഹത്വം തന്നെ മനസ്സിലാക്കിയാൽ ആരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരോടുള്ള ഗൗരവം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ പ്രിയമുള്ളവരെ, സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈനി അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ജനങ്ങളോട് ഞങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം. ഹാ, ഉമ്മയും ബാപ്പയും നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാണ്. വേദനകൾക്ക് പുറമേ വേദനകൾ, പ്രയാസങ്ങൾക്ക് പുറമേ പ്രയാസങ്ങൾ, അതല്ലേ ഉമ്മ സഹിച്ചിട്ടുള്ളത്. 9 മാസം ഗർഭത്തിൽ വെച്ചു എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര വേദനകളാണ്, എത്ര യാതനകളാണ് ആ ഉമ്മ സഹിച്ചിട്ടുള്ളത്. എന്നിട്ട് 2 കൊല്ലക്കാലം നിനക്ക് അതാ മുലയോറ്റിയില്ലേ, നല്ല നിനക്ക് വളർത്തിയില്ലേ. അതുകൊണ്ട് ആ ഉമ്മയോടും ബാപ്പയോടും നന്മ ചെയ്യണം. എന്നിട്ട് ഖുർആൻ പറയുന്നു, വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ. ആ ഉമ്മയും ബാപ്പയും നിന്നോട് അല്ലാഹുവിന് വിരുദ്ധമായി ശറഇനെതിരായ ശിർക്ക് പരമായ കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചാൽ ആ ഉമ്മക്കും ബാപ്പക്കും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അല്ലാതെ നിങ്ങൾ ഉമ്മയോടും ബാപ്പയോടും വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ആ ഉമ്മയോടും ബാപ്പയോടും നിങ്ങൾ ദുനിയാവിൽ വെച്ച് വളരെ നല്ല നിലക്ക് നിങ്ങൾ അവരോട് പെരുമാറണേ. ആരോടാണ്? മുസ്ലിമത്തല്ലാത്ത ഉമ്മയും ബാപ്പയും നിങ്ങൾക്കുണ്ടായാൽ, ഇസ്ലാം സ്വീകരിക്കാത്ത ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ പോലും ദുനിയാവിൽ അവരോട് നല്ല നിലക്ക് പെരുമാറണം. ഉമ്മയോടുള്ള കടപ്പാടുകൾ നിങ്ങൾ വീട്ടിയിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, 1-2 ആയത്തുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സുദീർഘമായി അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഖുർആനിൽ ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉമ്മയുടെ ഗുണം, ബാപ്പയുടെ ഗുണം, അവർക്ക് നന്മ ചെയ്യേണ്ടതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മയോടും ബാപ്പയോടും ഏത് നിലയ്ക്ക് പെരുമാറണമെന്നും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവരോട് നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
മാതാപിതാക്കളോട് ഒരു സമയത്ത് പോലും നമ്മൾ അവരെ വേദനിപ്പിച്ച് സംസാരിക്കരുത്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനത്തെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറുകളിൽ പോയി നമ്മൾ അവരോട് മാപ്പ് ചോദിക്കണം. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പാടില്ല. അത് വേദനിപ്പിക്കേണ്ട ഒരാളുമല്ല. അത് സംഭവിക്കാനേ പാടില്ലാത്തതാണ്. നോക്കൂ നിങ്ങൾ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അമലുകളെ കൂട്ടത്തിൽ അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഏതാണ് നബിയേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളെ കൂട്ടത്തിൽ അല്ലാഹുവിനിക്ക് ഏറ്റവും പ്രിയമുള്ളത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കുന്നതാണ്. നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുന്നത് അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സുമ്മ അയ്യ, പിന്നെ ഏതാണ് നബിയേ? സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് നബിയേ അമൽ എന്ന് ചോദിച്ചപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, ഉമ്മക്കും ബാപ്പക്കും ഗുണം ചെയ്യലാണ്. അപ്പൊ അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുക. എന്നിട്ട് രണ്ടാമത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, നസലത് ഫിയ അർബഉ ആയാത്തിൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 4 ആയത്തുകൾ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പരസ്പരം സംവദിക്കുമ്പോൾ, ചില വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് 4 ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ഖുർആനിന്റെ അവതരണം. 30 ജുസുഉള്ള ഖുർആൻ ഒരുപോലെ അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മുത്തുനബി തങ്ങൾക്ക് ഇറക്കി കൊടുത്തതല്ലല്ലോ. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഓരോ സന്ദർഭങ്ങളിൽ അതിന്റെ ആയത്തുകൾ, ഓരോ ആയത്തുകൾ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങി. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കാര്യത്തിൽ 4 ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മഹാനവറുകൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ ഉമ്മ എന്നോട് സത്യം ചെയ്തു, ഹഫലത്തു ഉമ്മി ഹലഫത്തു ഉമ്മി അല്ലാ തഅകുല വലാ തശ്റബ ഹത്താ തുഫാരിക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മ മുസ്ലിമത്തായിട്ടില്ല, എന്റെ ഉമ്മ മുസ്ലിമത്തായിട്ടില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എന്റെ ഉമ്മ സത്യം ചെയ്തു. എന്താ സത്യം ചെയ്തത്? മോനെ, നീ മുഹമ്മദ് നബിയിൽ നിന്ന് മാറി നിൽക്കുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിക്കൂല,
ഞാൻ വെള്ളം കുടിക്കൂല. നീ മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ടുണ്ടോ? അതുകൊണ്ട് അവരിൽ നിന്ന് പിന്മാറുന്നതുവരെ ഞാൻ വെള്ളം കുടിക്കൂല, ഭക്ഷണം കുടിക്കൂല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് ബേജാറായി പോയി. ഉടനെ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തു വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല എന്ന്, വെള്ളം കുടിക്കൂല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. തങ്ങളെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓതിക്കൊടുക്കുന്നു. ഫഅൻസലല്ലാഹു തആല വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ തുതീഹുമാ. നബിയേ, അന്യായമായ അഥവാ അല്ലാഹുവിന് ശിർക്ക് വെക്കേണ്ട, പങ്കുകാരെ ചേർക്കേണ്ട ഒരു കാര്യത്തിൽ ഉമ്മയും ബാപ്പയും കൽപ്പിച്ചാലും അത് അനുസരിക്കേണ്ടതില്ല. എങ്കിലും അങ്ങനെയാണ് നിയമമെങ്കിലും ഉടനെ ഖുർആൻ പറയുന്നു, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. ദുനിയാവിൽ വെച്ച് അവരോട് നല്ല സുഹബത്തിൽ വേണം. ഉമ്മ മുസ്ലിമത്താണെങ്കിലും കാഫറത്താണെങ്കിലും ആ ഉമ്മയെ പൊന്നുപോലെ നോക്കേണ്ടത് തന്നെ, അതിൽ ഒരു മാറ്റവുമില്ല. പക്ഷെ അവര് അല്ലാഹുവിനെതിരായ ഒന്ന് കൽപ്പിച്ചാൽ അത് അനുസരിക്കേണ്ടതുമില്ല. അപ്പോൾ സഹോദരന്മാരെ, അമുസ്ലിമത്തായ ഉമ്മയാണെങ്കിൽ പോലും അവരോട് ഗുണം ചെയ്യണം. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. ദുനിയാവിൽ വെച്ച് അവരോട് നല്ല നിലക്ക് ജീവിക്കണമെന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. കാരണം അത് ഉമ്മയായതിന്റെ പേരിലാണ്, ബാപ്പയായതിന്റെ പേരിലാണ്. അവർക്ക് പകരം ലോകത്ത് മറ്റാരും കിട്ടുകയില്ലല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിയാണല്ലോ. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഹഖു ബിഹുസ്നി സ്വഹാബതി. ഞാൻ ഏറ്റവും വലിയ ബന്ധം സ്ഥാപിക്കേണ്ടത് ആരോടാണ് നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, സുമ്മമൻ, ആ ഉമ്മയെ കഴിച്ചാൽ പിന്നെ ആരോടാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതും മറുപടി പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. പിന്നെയും ചോദിച്ചു, സുമ്മമൻ, മൂന്നാമതാരോടാണ് നബിയേ? ഖാല, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ്. 4ാമത് ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂക, നിന്റെ ബാപ്പയോടാണ്. ബാപ്പയോടും ഉമ്മയോടുമുള്ള ബന്ധം അത് ഒന്നാമത്തെ ബന്ധമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് അല്ലാഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും കഴിച്ചാൽ പിന്നെ ഏറ്റവും വലിയ ബന്ധമുണ്ടാകേണ്ടത് അത് ഉമ്മയോടും ബാപ്പയോടുമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചില ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, നമ്മുടെ സൗകര്യം പോലെ ചെയ്യാനുള്ളതല്ല, നമ്മുടെ സൗകര്യം പോലെ ബന്ധം സ്ഥാപിക്കാനുള്ളതല്ല. ആ ബന്ധത്തിന് ഒന്നാമത്തെ ബന്ധം കൊടുക്കണം. അതിനെ മറച്ചു വെക്കുന്ന, കവച്ചു വെക്കുന്ന, അതിനെ മാറ്റിവെക്കുന്ന മറ്റൊരു ബന്ധമില്ല ദുനിയാവിൽ. ഏറ്റവും വലിയ ബന്ധം ബാപ്പയോടും ഉമ്മയോടുമുള്ള ബന്ധമാണെന്നുള്ളത് പ്രിയ
പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ രക്തം, നമ്മുടെ മാംസം, നമ്മുടെ മജ്ജ, നമ്മുടെ എല്ല് എല്ലാം ആ ബാപ്പയും നിന്നും ഉമ്മയും നിന്നുമുള്ളതല്ലേ. അവരുണ്ടായത് കൊണ്ടല്ലേ നമ്മൾ ഉണ്ടായത്. അവരല്ലേ നമ്മെ പോറ്റിയത്, അവരല്ലേ നമ്മെ വളർത്തിയത്, അവരല്ലേ നമ്മെ താലോലിച്ചത്, അവരല്ലേ നമ്മെ എല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ബാപ്പയോടും ഉമ്മയോടുള്ള ബന്ധം അത് ഏറ്റവും വലിയ ബന്ധമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തു ലുക്മാൻ എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞ നീണ്ട വസിയത്തുകൾ, ആ വസിയത്തുകളെ സംബന്ധിച്ച് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുന്നു, ഒരുപാട് വസിയത്തുകൾ മകനോട് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്രുതമാണ്, പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. ആ മകനോട് വസിയത്ത് പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ഇന്നൽ വാലിദൈനി ബാബും മിൻ അബ്വാബിൽ ജന്ന. മോനെ, നിന്റെ ബാപ്പയും ഉമ്മയും എന്നുള്ളത് നിനക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വാതിലുകളാണ്. നിന്റെ ബാപ്പയും ഉമ്മയും നിനക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വാതിലുകളാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഇൻ റളിയാ അൻക മളൈത ഇലൽ ജന്ന. ആ ബാപ്പയും ഉമ്മയും നിന്നെ സംബന്ധിച്ച് തൃപ്തിയുള്ളവരാണോ, പൊരുത്തമുള്ളവരാണോ? എന്റെ മകൻ എന്നെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്, എന്റെ മകൻ എന്നെ നല്ലപോലെ അനുസരിച്ചിട്ടുണ്ട്, എന്റെ മകൻ എനിക്ക് നല്ല നന്മ ചെയ്തിട്ടുണ്ട്, എനിക്കെല്ലാം എന്റെ മകൻ ചെയ്തിട്ടുണ്ട് എന്ന ഒരു നല്ല തൃപ്തിയുടെ റിളായുടെ മനസ്സാണോ നിന്റെ ബാപ്പക്കും ഉമ്മക്കും ഉള്ളത്? എന്നാൽ മളൈത ഇലൽ ജന്ന, നല്ല സുഖം പോലെ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം, സ്വർഗത്തിലേക്ക് കടന്നു പോകാം. എന്നിട്ട് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, വ ഇൻ സഖിത്വാ, ആ ബാപ്പയും ഉമ്മയും നിന്നോട് വെറുപ്പിലാണോ? എന്നെ മകൻ നോക്കിയില്ല, എന്നെ ചീത്ത പറഞ്ഞു, എന്നോട് എന്റെ മനസ്സ് വേദനിപ്പിച്ചു, കയർത്തി സംസാരിച്ചു, എന്റെ മകൻ എന്നെ അതാ ദുനിയാവിന് വേണ്ടി, സ്വത്തിന് വേണ്ടി എന്റെ മകൻ എന്നോട് അതാ മോശമായി പെരുമാറി. ആ നിലക്ക് നിന്റെ ബാപ്പയും ഉമ്മയും നിന്നോട് അതാ സന്തോഷത്തിലല്ലേ, വെറുപ്പിലാണോ? എങ്കിൽ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുജിബ്ത, നിനക്ക് സ്വർഗം തടയപ്പെട്ടുപോയി, നിന്റെ സ്വർഗത്തിന്റെ വാതിൽ അടക്കപ്പെട്ടുപോയി. നിന്റെ ബാപ്പ നിന്നോട് പിണക്കത്തിലാണോ? ഇനി ഉമ്മയോട് പിണക്കത്തിലാണോ? എത്രയോ കാലം ഉമ്മയോട് ബാപ്പയോട് മിണ്ടാതെ പിണങ്ങി നിന്നിട്ട് ഉമ്മ മരിച്ചെന്ന് മാത്രം പോയിട്ട് ഉമ്മന്റെ ജനാസന്റെ അടുത്ത് പോയി നീ കരഞ്ഞിട്ടുണ്ടോ? ബാപ്പനെ കാണാതെ, ബാപ്പ രോഗിയായി കിടന്നിട്ട് ചിന്തിക്കാതെ, നോക്കാതെ, ശുശ്രൂഷിക്കാതെ ആ ബാപ്പ മരിച്ച ദിവസം മാത്രം പോയിട്ട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് എന്താ കാര്യം? നിന്റെ സ്വർഗത്തിന്റെ വാതിൽ അടക്കപ്പെട്ടുപോയി മനുഷ്യ. ആ ബാപ്പയും ഉമ്മയും നിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. ആ സ്വർഗത്തിന്റെ കവാടം നീ അടച്ചുപോയി മനുഷ്യ. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സ്വർഗത്തിന്റെ കവാടം നീ അടച്ചു കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ബാപ്പയും ഉമ്മയും നമുക്ക് സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണ്, സ്വർഗത്തിൽ കടക്കാനുള്ള ഡോറുകളാണ്. ആ ഡോറിനെ നമ്മൾ അടച്ചു പോകരുത്. അവരെ വെറുപ്പിച്ച് വേദനിപ്പിച്ച് അവരോട് പിണങ്ങി നിന്ന് ആ സ്വർഗത്തിന്റെ വാതിലുകൾ നമ്മൾ അടച്ചു കളയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നായി മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ ഹജ്ജിന് വേണ്ടി ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അബൂ ബുർദ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും
രണ്ടുപേരും ഹജ്ജിന് വേണ്ടി ചെന്ന സമയത്ത് കഅബാലയത്തിന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. ഖദ് ഹമല ഉമ്മഹു അലാ ദഹ്രി. ആ മനുഷ്യൻ തന്റെ ഉമ്മയെ തന്റെ മുതുകിൽ ഇരുത്തിയിട്ട് അയാൾ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അബൂ ബുർദ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും കാണുന്നു ആ ചെറുപ്പക്കാരൻ ഉമ്മയെ ചുമന്നുകൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പദ്യം ചൊല്ലുകയാണ്. ഇന്നി ലഹാ ബഈറുൽ മുദല്ലലു ഇദർരികാബു നഫറത് ലാ അൻഫറു മാ ഹമലതു വഅർലഅത്നി യക്സറു റബ്ബി ദുൽ ജലാലി അക്ബറു. എന്താ ചെറുപ്പക്കാരൻ പറയുന്നത്? ഉമ്മയെ ചുമലിലിരുത്തിയിട്ട് കുഞ്ചിലിരുത്തിയിട്ട് തവാഫ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഇന്നി ലഹാ ബഈറുൽ മുദല്ലലു. ഞാൻ എൻ്റെ ഉമ്മക്ക് നല്ല പരിശീലനം ലഭിച്ച, പരിശീലനം സിദ്ധിച്ച ഒരു ഒട്ടകം പോലെയാണ്. എൻ്റെ ഉമ്മയെ ചുമക്കുന്ന ഒട്ടകമാണ് ഞാൻ. എൻ്റെ ഉമ്മക്ക് പരിശീലനം ലഭിച്ച ഒരു ഒട്ടകം പോലെയാണ് ഞാൻ. എന്നിട്ട് പറയുന്നു, സാധാരണ പല ആളുകളുടെയും ഒട്ടകങ്ങൾ, കുതിരകൾ ചിലപ്പോൾ വെപ്രാളം പിടിച്ച് അവരെ എവിടെങ്കിലും കൊണ്ടുപോയി വേദനിപ്പിക്കുന്നതുപോലെ, വിഷമിപ്പിക്കുന്നതുപോലെ ഞാൻ എൻ്റെ ഉമ്മയെ വിഷമിപ്പിക്കാറില്ല. ഞാൻ പരിശീലനം കിട്ടിയ ഒരു ഒട്ടകത്തെ പോലെ എൻ്റെ ഉമ്മയെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ഞാൻ. എന്നിട്ട് ആ മകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കണം. ആ മോൻ പാടുകയാണ്, മാ ഹമലതു വഅർലഅത്നി അക്സറു. എന്റെ ഉമ്മ എന്നെ ഇതുപോലെ ചുമന്ന് നടന്നത് എത്രയാണ്. എന്റെ ഉമ്മ എന്നെ എത്ര ചുമന്ന് നടന്നു. പിഞ്ചു കുഞ്ഞായപ്പോ എന്നെ തോളിലിട്ട് കയ്യിൽ പിടിച്ച്, എനിക്ക് രോഗം വന്നപ്പോ, എനിക്ക് പനി വന്നപ്പോ, ഞാൻ ഉറങ്ങാതിരുന്നപ്പോ എന്റെ ഉമ്മ എന്നെ കയ്യിൽ പിടിച്ച് താലോലിച്ചില്ലേ, എന്നെ ചുമന്ന് നടന്നില്ലേ കൊല്ലങ്ങളോളം. ആ ഉമ്മയെ ഞാൻ എത്ര ചുമന്നാലും മതിയാവുകയില്ലല്ലോ. അതുകൊണ്ട് ഉമ്മക്കൊരു ഒട്ടകമായി, ഒരു വാഹനമായി ഞാനിതാ നിന്നു കൊടുക്കുന്നു. ഈ പാട്ടിങ്ങനെ പാടിയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞു നിന്ന് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, അതറാനി ഖളൈതു ഹഖഹാ. ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയവനാണോ? എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയവനാണോ? ഞാൻ ഉമ്മന്റെ വാഹനമാണ്. ഒരു ഒട്ടകം ജനങ്ങളെ ചുമന്നുകൊണ്ടു പോകുന്നത് പോലെ എൻ്റെ ഉമ്മയെ മുതുകിലിരുത്തിയിട്ട് ഞാൻ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും. ഞാൻ ഉമ്മക്കൊരു വാഹനം പോലെയാണ്. എങ്കിൽ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ വീട്ടിയവനാണോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്തായിരുന്നു? അവിടത്തെ പറഞ്ഞ മറുപടി എന്നറിയുമോ? ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഇല്ല മോനെ, നിന്റെ ഉമ്മാനെ നീ ലോകം മുഴുവനും ചുറ്റിക്കൊണ്ട് നടന്നാലും ഉമ്മയോടുള്ള കടപ്പാട് നിനക്ക് വീട്ടാൻ കഴിയില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വലാ ബിത്വൽഖത്തിൻ വാഹിദത്തിൻ മിൻ ത്വലഖാതിഹാ. നീ ഉമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ, ആ ഉമ്മയുടെ പള്ളയിൽ നീ കിടക്കുന്ന സമയത്ത് നിന്റെ കാലുകൊണ്ട് ഉമ്മക്ക് നീ ചവിട്ടിയ ഒരു ചവിട്ടുണ്ടല്ലോ, ആ ഒരൊറ്റ ചവിട്ടിന് മാത്രം
നീ നിന്റെ ജീവിതം മുഴുവനും ഉമ്മാനെ കൊണ്ട് നടന്നാലും അതിന് മതിയാവൂല മോനെ. അത്രയും വലിയ വേദനയാണ് നിന്റെ ഉമ്മ സഹിച്ചിട്ടുള്ളത്. അത്രയും വലിയ പ്രയാസമാണ് നിന്നെ ഗർഭം ധരിച്ചപ്പോൾ ഉമ്മ സഹിച്ചിട്ടുള്ളത്. ആ ഉമ്മയോടുള്ള കടപ്പാട് നിനക്ക് വീട്ടാൻ സാധ്യമല്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വലകിന്നക അഹ്സൻത വല്ലാഹു യുസീബുക അലൽ ഖലീലി കസീറാ. എങ്കിലും നീ ചെയ്തത് വലിയ സേവനമാണ്. നീ ചെയ്ത ഈ ചെറിയ പ്രവർത്തനത്തിന് നിനക്ക് വലിയ പ്രതിഫലം കിട്ടും മോനെ. പക്ഷേ നിനക്കത് പൂർത്തിയാക്കാൻ സാധ്യമല്ല. ഓ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ ഉമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന കാലത്ത് ഉമ്മ അനുഭവിച്ച യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ഒന്ന് നേരെ കിടന്നിട്ടില്ല, ഒന്ന് നേരെ ഇരുന്നിട്ടില്ല, ഒന്ന് നന്നായി ടോയ്ലറ്റിൽ പോകാൻ പോലും ഉമ്മക്ക് സാധിച്ചിട്ടില്ല. എത്ര വേദനകളാണ്, പ്രയാസങ്ങളാണ് സഹിച്ചിട്ടുള്ളത്. എല്ലാം നമുക്ക് വേണ്ടി സഹിച്ച ഉമ്മയും ബാപ്പയും, എല്ലാം നമുക്ക് വേണ്ടി സഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. റബ്ബേ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. മരിച്ച് ആറടി മണ്ണിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അസ്മാ ബീബി റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. ആ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടന്നാൽ ആ സുജൂദിൽ വെച്ച് മഹാനവർകൾ ഉമ്മക്ക് ദുആ ചെയ്യാത്ത ഒരൊറ്റ സുജൂദും ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രം. ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു സുജൂദും ചെയ്തിട്ടില്ല എന്നാണ് മഹാനായ ശൈഖുനാ താജുശ്ശേരിയ ഉസ്താദ്. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. പൊയ്യത്തവരിൽ വെച്ച് ഒരു ദിവസം ഞാൻ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നപ്പോൾ റബ്ബന ഗഫിർ ലനാ വർഹംനാ വലിവാലിദീനാ എന്ന് ദുആയിൽ വിട്ടുപോയി. മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഉമ്മ ബാപ്പക്കും നീ ഗുണം ചെയ്യണേ എന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ആ വാചകം വിട്ടുപോയതിന്റെ പേരിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് ചോദിച്ചു, ഉമ്മക്കും ബാപ്പക്കും ദുആ ചെയ്യാൻ മറന്നതാണോ, വിട്ടതാണോ? ഒരൊറ്റ നിസ്കാരത്തിന് ശേഷവും ഉമ്മക്കും ബാപ്പക്കും ദുആ ചെയ്യാത്ത നിസ്കാരമുണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേറെന്തവർക്ക് കൊടുക്കാൻ കഴിയും? നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും നമുക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. എത്ര പൈസ കൊടുത്താലും നമുക്കത് മതിയാവില്ലല്ലോ. ദുആയാണ്, അവർക്ക് ദുആയാണ് ഏറ്റവും വലുത്. ആ ദുആയാണ് നടത്തേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മുസ്ലിമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ചേർന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വല്ലാതെ ചീത്ത പറഞ്ഞു. മുത്തുനബിയെ ചീത്ത വിളിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എനിക്ക് സഹിച്ചില്ല. ഒന്ന് ഉമ്മയാണ്, മറ്റൊന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ അബൂ ഹുറൈറ തങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുത്തുനബിയുടെ അടുത്തേക്ക് ഓടുകയാണ്. നബിയേ, എന്റെ ഉമ്മ തങ്ങളെ വല്ലാതെ ചീത്ത പറയുന്നു, എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു, എന്റെ ഉമ്മക്ക് നന്നാകാനൊന്ന് ദുആ ചെയ്യണേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ കേട്ടിട്ട്, സഹിക്കാൻ കഴിയാത്ത കരച്ചിൽ കേട്ടിട്ട് അവിടുന്ന് ദുആ ചെയ്തു.
അല്ലാഹുവേ അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ ഖൽബിൽ നിന്നുള്ള ദുആയാണ്. തങ്ങളല്ലേ ദുആ ചെയ്തത്. ആ ദുആ കിട്ടിയ ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ കുളിക്കുകയാണ്. ആ കുളിക്കുന്ന സമയത്ത് വാതിൽ മുട്ടുന്നു. വീടിന്റെ വാതിൽ മുട്ടി. ഉമ്മ അകത്തുനിന്ന് പറഞ്ഞു, മോനെ അല്പം നീ വെയിറ്റ് ചെയ്യൂ. അങ്ങനെ ഉമ്മ വീണ്ടും വന്ന് വാതിൽ തുറന്ന് തലയിൽ നിന്ന് വെള്ളത്തിന്റെ നനവ് പോലും മാറിയിട്ടില്ല. ആ മകനെ കണ്ട ഉടനെ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുത്തുനബിയുടെ ദുആക്ക് ഉത്തരം കിട്ടിപ്പോയി. അതുകൊണ്ട് മോമിനീങ്ങളെ, ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ദുആ ചെയ്യണം. ചിലപ്പോൾ ബാപ്പയുടെയോ ഉമ്മയുടെയോ സ്വഭാവം ദുഷിച്ചു പോയാൽ അവരെ ഉപദേശിക്കണം. അവരെ നന്നായി ഉപദേശിക്കണം. വേദനിപ്പിച്ച് ഉപദേശിക്കരുത്. ചീത്ത പറഞ്ഞ് ആക്ഷേപിക്കരുത്. അവരോട് നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. സ്വാലിഹീങ്ങളെ കാണുമ്പോൾ, മഹാന്മാരെ കാണുമ്പോൾ അവര് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യാൻ അവരോട് നിങ്ങൾ വസിയത്ത് ചെയ്യണം. ആ നിലക്ക് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ ഇരുലോക വിജയം മാതാപിതാക്കളിലൂടെ എന്നില്ലേ? ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും വിജയം വേണോ? ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം സമ്പാദിക്കണം. ആ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം സമ്പാദിച്ചില്ലെങ്കിൽ, അവരെ വെറുപ്പെങ്കാലും നമ്മൾ സമ്പാദിച്ചു പോയാൽ ദുനിയാവിലും പരാജയപ്പെട്ടു പോകും കേട്ടോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഒരാൾ അവന്റെ റിസ്ഖിൽ വിശാലത ഉണ്ടാകാൻ, വയുൻസഅ ഫീ അഥരിഹി ഫൽയസുൽ റഹിമഹു, സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ റിസ്ഖ് വിശാലമാകണോ? മറ്റൊരു ഹദീസിൽ കാണാം, മൻ അഹബ്ബ അൻ യമുദ്ദ ലഹു ഫീ ഉംരിഹി വയുസാദ ലഹു ഫീ റിസ്ഖിഹി ഫൽയബറ വാലിദൈഹി, സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ ആയുസ്സു നീളമാകണോ? ദീർഘായുസ് വേണോ? അതുപോലെ തന്നെ റിസ്ഖിൽ വിശാലത വേണോ? കടം തീരണോ? വീടിന്റെ പണി പൂർത്തിയാകണോ? മകളെ കെട്ടിക്കുന്നത് റാഹത്തിലാകണോ? കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? നിനക്ക് നല്ല ആരോഗ്യം വേണോ? ദീർഘായുസ് വേണോ? ഇതെല്ലാത്തിനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തോ, ഉമ്മക്കും ബാപ്പക്കും നീ ഗുണം ചെയ്താൽ നിന്റെ ദുനിയാവും നിനക്ക് വിജയമാണ്, ആഖിറവും വിജയമാണ്. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമുക്ക് ദുനിയാവിൽ വിജയിക്കാനും ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം വേണം. അവരുടെ കുരുത്തക്കേട് സമ്പാദിച്ചിട്ട് അവരെങ്കാലം മനസ്സ് വേദനിച്ചിട്ട് ഒരു ദുആ നടത്തിയാൽ, ഒരു പ്രാർത്ഥന നടത്തിയാൽ, ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൂന്നാളുകളുടെ ദുആ അത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആയാണ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, മൂന്ന് ദുആ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആയാണ്. അതിൽ ഒന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയാണ്. ഒരാൾ ആക്രമിക്കപ്പെടൽ പല വിധത്തിലുമുണ്ട്. കൈകൊണ്ട് അടിച്ച് ആക്രമിക്കലുണ്ട്, അതുപോലെ തന്നെ കേസ് കൊടുത്ത് അവനെ കേസിൽ കുടുക്കിയിട്ട് ആക്രമിക്കലുണ്ട്.
അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ട് അവനെ മാനക്കേടാക്കിയിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അവനെ സംബന്ധിച്ച് മോശമായത് ഗീബത്ത് എഴുതിയിട്ട് അവനെ ആക്രമിക്കലുണ്ട്. ഇങ്ങനെ ഏത് നിലക്കുള്ള അക്രമമായാലും ആക്രമിക്കപ്പെട്ടവന്റെ ദുആ നല്ല മൂർച്ചയുള്ള വാളുപോലെയാണ്, സൂക്ഷിക്കണം. ഇത്തഖൂ ദഅവത്തുൽ മദ്ലൂം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവന്റെ ദുആനെ നിങ്ങൾ സൂക്ഷിക്കണേ, അവന്റെ ദുആക്ക് ഉത്തരമുണ്ട് കേട്ടോ. രണ്ടാമത് പറഞ്ഞു ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആയാണ്. യാത്ര പോകുന്നത് കാരണം യാത്ര ഒരു അദാബിന്റെ ഒരു ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവന്റെ ദുആക്ക് ഉത്തരമുണ്ട്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ദഅവത്തുൽ വാലിദി അലാ വലദിഹി, കുട്ടികൾക്ക് മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ദുആ അത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മക്കൾക്കെതിരെ നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല, കാരണം ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്ന ദുആയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബാപ്പയുടെയും ഉമ്മയുടെയും ദുആ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആയാണ്. അവരെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിച്ചിട്ട് അവരെ വേദനിപ്പിച്ച് അവരെ പ്രയാസപ്പെടുത്തിയാൽ, അവരെ മനസ്സ് വേദനിച്ചു പോയാൽ ദുആ ചെയ്യണമെന്നില്ല. അവരെ മനസ്സിൽ വേദന ഉണ്ടായാൽ തന്നെ മതി, നമ്മുടെ ദുനിയാവ് നശിഞ്ഞു പോകും കേട്ടോ, ആഖിറവും നശിഞ്ഞു പോകും കേട്ടോ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ആ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ മഹാനാണ്. മഹാനവറുകളെ സംബന്ധിച്ച് അറിയപ്പെട്ടിരുന്നത് തന്നെ ഉമ്മക്ക് വലിയ ഖിദ്മത്തെടുക്കുന്നയാളാണെന്നാണ്, ഉമ്മക്ക് വലിയ സേവനം ചെയ്യുന്ന ആളാണ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. എന്താണ് ചോദിക്കപ്പെട്ടത്? ഇന്നക മിൻ അബർരിൻ നാസി ബി ഉമ്മിക്, അങ്ങ് ഉമ്മയോട് വല്ലാത്ത ഗുണം ചെയ്യുന്ന ആളാണല്ലോ, പക്ഷേ അങ്ങ് ഉമ്മയോടൊപ്പം ഒരിക്കൽ പോലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഉമ്മയോടൊപ്പം ഒരിക്കൽ പോലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങയെ സംബന്ധിച്ച് ഉമ്മക്ക് വലിയ ഗുണം ചെയ്യുന്ന ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖാഫു അൻ തസ്ബിക യദി ഇലാ മാ സബഖത് ഇലൈഹി ഐനുഹാ. ആ ഭക്ഷണത്തിന്റെ പാത്രത്തിൽ ഉമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ആ ഭക്ഷണത്തിൽ നിന്ന് ഉമ്മന്റെ മനസ്സിൽ ഇന്നത് കഴിക്കണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ അതെങ്കാലും ഞാൻ എടുത്തു പോയാൽ അത് ഉമ്മയോട് ഒരു അനാദരവായി പോകുമോ, ഉമ്മയെ ബുദ്ധിമുട്ടിക്കലാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ അതിൽ നിന്ന് ഇന്നത് കഴിക്കണമെന്ന് മനസ്സിൽ കരുതി പോയാൽ അതെങ്കാലും ഞാൻ എടുത്തു പോയാൽ ആ ഉമ്മയോട് ഞാൻ മര്യാദകേട് കാണിച്ചവനായി പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു. നോക്കൂ സഹോദരന്മാരെ, അവരുടെ സൂക്ഷ്മത, അവരുടെ ആ എത്രത്തോളം സൂക്ഷ്മതയാണ് അവർ കാട്ടിയിരുന്നത്. മാതാപിതാക്കളോട് കാണിച്ചിരുന്ന സൂക്ഷ്മതയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നിസാരമായ കാര്യത്തിൽ പോലും മാതാപിതാക്കളെ വേദനിപ്പിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു വരാൻ ഉദ്ദേശിച്ചാൽ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഖഫ അലാ ബാബി ഉമ്മിഹി, ഉമ്മാന്റെ അടുത്ത് പോയി നിൽക്കും. എന്നിട്ട് ഉമ്മയോട് പറയും,
അസ്സലാമു അലൈക യാ ഉമ്മത്താ, ഓ ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറയും. ആ സമയത്ത് ഉമ്മ പറയും വഅലൈക്കിസ്സലാമു യാ ബുനിയ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ ഇങ്ങോട്ട് സലാം മടക്കും. എന്നിട്ടതാ ഉമ്മയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, റഹിമക്കില്ലാഹു കമാ റബ്ബൈതനീ സഗീറാ. ഉമ്മയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, റഹിമക്കില്ലാഹു കമാ റബ്ബൈതനീ സഗീറാ. ഞാൻ ചെറിയ കുട്ടിയായപ്പോ എന്നെ ഉമ്മ ഇത്രയും നല്ല നിലക്ക് വളർത്തിയതുപോലെ പരിപാലിച്ചതുപോലെ അല്ലാഹു ഉമ്മക്ക് കരുണ ചെയ്യട്ടെ. ആ സമയത്ത് ഉമ്മ തിരിച്ചു മകനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയും, റഹിമക്കല്ലാഹു കമാ ബറർതനീ കബീറാ. മോനെ, എനിക്ക് പ്രായമായപ്പോൾ എന്നോട് ഈ ഇത്രയും നല്ല നിലയ്ക്ക് എന്നോട് കരുണ കാണിക്കുന്നതുപോലെ നിനക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നും അങ്ങോട്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ട്. ഇതുപോലെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയാലും പറയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ഉമ്മയോടൊരു സലാം പറയാൻ പോലും മനസ്സ് കാണിക്കാത്ത എത്രയെത്ര മക്കളുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഉമ്മയോട് ഒരു സലാം പറയാൻ പോലും മനസ്സ് കാണിക്കാത്ത എത്രയെത്ര മക്കളുണ്ട്. നമ്മൾ അങ്ങനെയായി പോകരുത്. ഉമ്മയോട് സലാം പറയണം, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ഉമ്മയോട് എപ്പോഴും നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഉമ്മക്ക് ധൈര്യം കൊടുക്കണം, ബാപ്പയോട് സലാം പറയണം, ബാപ്പക്ക് ധൈര്യം കൊടുക്കണം. ഞാൻ നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങൾക്ക് എല്ലാത്തിനും ഞാനുണ്ട് എന്നുള്ള ഒരു ധൈര്യം ആ ഉമ്മക്കും ബാപ്പക്കും എന്നും നൽകണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമ്മളോട് ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. നോക്കൂ നിങ്ങൾ, 3 ദുആക്ക് ഉത്തരം കിട്ടൂല. ഏതാണത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാത്തുൽ ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദല. 3 ആളുകളുടെ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒന്ന്, ആഖുൻ, ഉമ്മ ബാപ്പയെ വേദനിപ്പിക്കുന്നവനാണ്. ഉമ്മയും ബാപ്പയും വേദനിപ്പിച്ചാൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല, ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല, ഉംറ അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഒരൊറ്റ അമലും ഒരു സുന്നത്തും ഒരു ഫറളും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല, മാതാപിതാക്കളോട് പിണങ്ങിയാൽ. അതുകൊണ്ട് ഒരു നിസാരമായ കാര്യമൊന്നുമില്ല, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒരു സമയത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഗിമ അൻഫുഹു റഗിമ അൻഫുഹു റഗിമ അൻഫുഹു. 3 പ്രാവശ്യം പറഞ്ഞു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവൻ മണ്ണ് തിന്നിട്ട് പോട്ടു എന്നറിയത്തില്ല, മണ്ണ് തിന്നിട്ട് പോട്ടെ, അതാണ് എന്റെ അർത്ഥം. അത്രയും ഒരു നിന്ദ്യമായ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മൻ, ആരെ സംബന്ധിച്ച നബിയെ തങ്ങൾ ഇങ്ങനെ മണ്ണ് തിന്നിട്ട് പോട്ടു എന്ന് പറഞ്ഞത്? ഇങ്ങനെ ആയി നശിഞ്ഞു പോകട്ടെ എന്ന് ആരെ പറ്റിയാണ് നബിയെ പറഞ്ഞത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബ്രി ഔ അഹദുഹുമാ ഫദഖലന്നാർ. ഒരാൾക്ക് പ്രായമായ ഉമ്മയും ബാപ്പയും ഉണ്ട്, അല്ലെങ്കിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളുണ്ട്, ഉമ്മയോ ബാപ്പയോ ആരെങ്കിലും ഒരാളുണ്ട്, അല്ലെങ്കിൽ 2 പേരുണ്ട്. ഇങ്ങനത്തെ ഒരു ഉമ്മയും ബാപ്പയും പ്രായമായവരുണ്ടായിട്ട് പോലും അവരെ നന്മ ചെയ്ത് അവർക്ക് ഗുണം ചെയ്തിട്ട് വിജയിക്കാതെ നരകത്തിൽ പോയ ആളുകളില്ലേ, അവൻ മണ്ണ് തിന്നിട്ട് പോകട്ടെ, അല്ലെങ്കിൽ അവനിക്ക് നാശമുണ്ടാകട്ടെ
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ് അങ്ങനെ ആകാൻ വേണ്ടി. ആ ദുആക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഉമ്മയെ ബാപ്പയെ നമ്മൾ ഒരിക്കലും പോലും വേദനിപ്പിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ബാപ്പയോടുള്ള ഉമ്മയോടുള്ള സ്നേഹം, ബാപ്പ മരിച്ചുപോയി അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി, എന്നാ പിന്നെ എന്താണ് അവരോട് നമ്മൾ സ്നേഹം കാണിക്കേണ്ടത്? അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യണം. മാത്രമല്ല, ആ ബാപ്പന്റെ ഇഷ്ടപ്പെട്ടവരാരുണ്ടോ അവരുമായി നമുക്ക് ബന്ധം പുലർത്തണം. ബാപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ബാപ്പയുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധം പുലർത്തുന്നത് അത് മാതാപിതാക്കളോടുള്ള ആ ബന്ധം സ്ഥാപിക്കലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അബറൽ ബിർരി അൻ യസിലർ റജുലു അഹ്ല ഉദ്ദി അബീഹി. ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് ബാപ്പന്റെ അടുത്ത കുടുംബങ്ങൾ, ബാപ്പന്റെ ഇഷ്ടപ്പെട്ടവർ, ബാപ്പന്റെ പ്രിയപ്പെട്ടവരുമായി ബന്ധം സ്ഥാപിക്കുക. അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ആ നിലയ്ക്ക് വലിയ പുണ്യം കിട്ടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതാ ഒരു സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, മക്കയുടെ വഴിയിലൂടെ മക്കത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ വഴിയിലൂടെ അതാ ഒരു അറാബിയായ ഒരു മനുഷ്യനെ കാണുന്നു. ഒരു ഗ്രാമീണനായ ഒരു അറാബിയായ മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യനെ കണ്ട ഉടനെ മഹാനവറുകൾ സലാം പറഞ്ഞു. ഉടനെ അയാൾ സലാം മടക്കി. മാത്രമല്ല, ആ മനുഷ്യനെ, അറാബിയായ മനുഷ്യനെ തന്റെ ഒട്ടകത്തിന്റെ മേലെ കയറ്റിയിരുത്തി കൊണ്ടുപോയി. മാത്രമല്ല, അദ്ദേഹം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തി ഇറങ്ങാൻ നിൽക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ തലയിലുള്ള നല്ല തലപ്പാവ് എടുത്ത് ആ അറാബിയായ മനുഷ്യന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. സന്തോഷത്തോടെ അത് സ്വീകരിച്ച് അയാളങ്ങ് മടങ്ങിപ്പോയി. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അസ്ലഹക്കല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് വലിയ നന്മ ചെയ്യട്ടെ. ഇന്നഹുമുൽ അറാബു വഹും യർളൗന ബിൽ യസീർ. ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, അവർ ഗ്രാമീണരായ ആളുകളല്ല. എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അത് തൃപ്തിപ്പെട്ട് അത് വാങ്ങിയിട്ട് തൃപ്തിപ്പെട്ട് പോകുന്ന ആളുകളല്ലേ അവർ. അവരെ ഇത്രയും വലിയ നിരക്ക് ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും, അവർക്ക് ഇത്രയും വിലപ്പെട്ട നിങ്ങളെ തലപ്പാവൊക്കെ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അബാ ഹാദാ കാന ഉദ്ദൻ ലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാരെന്നറിയുമോ? ഇയാളുടെ ബാപ്പയും എന്റെ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ചങ്ങാതിമാരാണ്. എന്റെ ബാപ്പന്റെ വലിയ സുഹൃത്തിന്റെ മകനാണിത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇന്നി സമീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ബർറൽ ബിർരി സിലത്തുൽ വലദി അഹ്ല ഉദ്ദി അബീഹി. അതാ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് ബാപ്പന്റെ സുഹൃത്തുക്കളെ, ബാപ്പന്റെ ചങ്ങാതിമാരെ, അവരെ ബഹുമാനിക്കുക, അവരെ കുടുംബത്തോട് മഹബത്ത് വെക്കുക, ആദരിക്കുക. അത് വലിയ സൽക്കർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ബാപ്പന്റെ വലിയ സുഹൃത്തിന്റെ മകനല്ലേ, ആ നിലക്ക് ബഹുമാനിച്ച് എന്റെ ഒട്ടകത്തിൽ ഇരുത്തിയിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുത്ത് തലയിക്കെട്ട് കൊട്ടുകൊടുത്ത് ഞാൻ ആദരിച്ചതാണ്. നോക്കൂ നിങ്ങൾ, ബാപ്പന്റെ കുടുംബങ്ങളെ, ബാപ്പന്റെ സുഹൃത്തുക്കളെ അവരെ ബഹുമാനിക്കുന്നത്, അവരെ ആദരിക്കുന്നത് അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്നും അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്നതാണെന്നും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് നല്ല നിലക്ക് കൃപ ചെയ്യണം, കരുണ ചെയ്യണം. അവരുടെ കുടുംബങ്ങളെ നമ്മൾ സ്നേഹിക്കണം, അവരുമായുള്ള ബന്ധം സ്ഥാപിക്കണം. നോക്കൂ നിങ്ങൾ,
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉർ റഹിം. കുടുംബ ബന്ധം മുറിക്കുന്ന കുടുംബത്തിൽ ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല. കുടുംബ ബന്ധം മുറിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും തന്നെ ആ കുടുംബത്തിൽ, അവരുടെ വീട്ടിൽ ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റഹ്മത്ത് പോലും നിഷേധിക്കപ്പെടുന്നതാണ് മാതാപിതാക്കളോട്, കുടുംബങ്ങളോട് തെറ്റി നിൽക്കുന്നത്. അപ്പോൾ അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്ന് മാത്രമല്ല, നമുക്ക് സ്വർഗം കിട്ടാനും വലിയ കാരണമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ രാത്രി, ഇത് റജബ് 28 റജബ് 27 രാത്രിയിൽ ഇസ്റാ മിഅ്റാജ് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗവും നരകവും എല്ലാം കാണിക്കപ്പെട്ടല്ലോ. സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ ആ സ്വർഗത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദഖൽതുൽ ജന്നത, ഞാൻ സ്വർഗത്തിൽ കടന്നു. ഫസമിഉതു ഫീഹാ ഖിറാഅതൻ, ഞാൻ അവിടെ വെച്ച് ഒരു ഖിറാഅത്ത് പാരായണം ചെയ്യുന്നത് കേട്ടു. സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉടനെ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇതാരാണ്? മൻഹാദാ, ഈ സ്വർഗത്തിൽ വെച്ച് ഇങ്ങനെ ഖുർആൻ ഓതുന്നത് ആരാണ്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാലൂ, അവിടുന്ന് പറയപ്പെട്ടു, ഹാരിസത്തു ഇബ്നു നുഅ്മാൻ, സ്വഹാബിയായ ബദരീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. എന്താണ് അങ്ങനെ ഖുർആൻ ഓതുന്ന വലിയ കൂലി കിട്ടാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്താണ്. സ്വഹാബിയും മരണപ്പെട്ടിട്ടില്ല, രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിൽ കടന്നപ്പോൾ, സ്വർഗം സന്ദർശിക്കുമ്പോൾ ആ സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടപ്പോ ആരുടേതാണെന്ന് ചോദിച്ചപ്പോ ആ ശബ്ദം കേട്ടത് ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. എന്താ കാരണം? കദാകുമുൽ ബിർറു, കാരണം മഹാനവറുകൾ ഉമ്മ ബാപ്പയോട്, മാതാപിതാക്കളോട് വലിയ കരുണ ചെയ്യുന്ന ആളായിരുന്നു. ഹാരിസത്തു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത നന്മ എന്തെന്നറിയുമോ? വലിയ ഗുണം ചെയ്യുന്നവരാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ആളായിരുന്നു. ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ആളായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ വെച്ച് തന്നെ ഖുർആൻ ഓതുന്ന പ്രതിഫലം, ആ വലിയ മഹത്വം മഹാനവറുകൾക്ക് കൊടുത്തിട്ടുള്ളത് ഉമ്മയോടും ബാപ്പയോടും വലിയ ഗുണം ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് നല്ലപോലെ ഗുണം ചെയ്യുക. അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്കുപോലും നമ്മൾ പറഞ്ഞു പോകരുത് കേട്ടോ. ഇന്ന് എത്ര ആളുകളാണ് ഉമ്മയെ വേദനിപ്പിക്കുന്നവർ, ബാപ്പയെ വേദനിപ്പിക്കുന്നവർ, സ്വത്തിന്റെ കാര്യത്തിൽ പോലും ഉമ്മയോട് ബാപ്പയോട് പിണങ്ങി നിൽക്കുന്നവർ. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ബാപ്പ മരണപ്പെട്ടു. ബാപ്പ മരണപ്പെട്ടപ്പോൾ ബാപ്പന്റെ സ്വത്ത് ഇങ്ങനെ ഓഹരി വെക്കുകയാണ്. ആ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ബാപ്പന്റെ സ്വത്ത് എങ്ങനെ ഓഹരി വെച്ചാലും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ ഒരു കാര്യം നിങ്ങൾ എനിക്ക് തരുമോ? എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ ഉമ്മയെ എനിക്ക് തരുമോ? ഉമ്മയെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. ആധുനിക കാലഘട്ടത്ത് ബാപ്പ മരണപ്പെട്ടപ്പോൾ
ബാപ്പന്റെ സ്വത്തിൽ നിന്ന് വീടാർക്കാണോ വേണ്ടത്? ഉമ്മയെ നോക്കുന്നവനിക്കാണ് ഈ വീട് എന്ന് പറഞ്ഞുകൊണ്ട് വീടിന് വേണ്ടി ഉമ്മാനെ ഓഹരി വെക്കുന്ന മക്കളല്ലേ ലോകത്തുള്ളത്. ഇതല്ലേ പല നാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അരുത് അരുത്. സ്വത്തില്ലാത്ത ബാപ്പയെ നോക്കുന്ന മക്കളില്ലേ? സ്വത്തില്ലാത്ത ഉമ്മയെ നോക്കുന്ന മക്കളില്ലേ? ആ മക്കളോ ഉമ്മയോട് ബാപ്പയോട് അവരെ മനസ്സിനൊരു വേദന പോലും കാണിക്കാതെ നല്ല നിലക്ക് അവർക്ക് ഗുണം ചെയ്യണേ. മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്നതിനെ കുറിച്ച് മഹാന്മാര് പറയുന്നു, അവർ ഒരു കാര്യം മക്കളോട് ആവശ്യപ്പെടാതെ തന്നെ ആ ബാപ്പന്റെയും ഉമ്മന്റെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവരിങ്ങോട്ട് ആവശ്യപ്പെടാൻ പാടില്ല. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം, എനിക്ക് മറ്റേത് വേണം എന്നവര് നമ്മളോട് മക്കളോട് ആവശ്യപ്പെടാൻ പാടില്ല. ആവശ്യപ്പെടാതെ തന്നെ ആ ബാപ്പന്റെയും ഉമ്മന്റെയും കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നതാണ് ഉമ്മയോടും ബാപ്പയോടും ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത് കേട്ടോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരു മകൻ വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞു, പരാതി പറഞ്ഞു. എന്താ പരാതി? നബിയേ, എന്റെ ബാപ്പ എന്റെ സ്വത്തുക്കളിൽ നിന്ന് എന്നോട് ചോദിക്കാതെ എന്റെ സ്വത്ത് എന്റെ ബാപ്പ എടുക്കുന്നു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബാപ്പയെ വിളിച്ചു വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ആ ബാപ്പ വന്നു. ഒരു വടിയും കുത്തിയിട്ടാണ് പ്രായമായ ബാപ്പ വന്നിട്ടുള്ളത്. ബാപ്പയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ മകനാണോ? അതേ നബിയേ, എന്റെ മകനാണ്. എന്നാൽ ഈ മകന്റെ സ്വത്ത് മകനോട് ചോദിക്കാതെ നിങ്ങൾ എടുക്കാറുണ്ടോ? ആ ബാപ്പ പറഞ്ഞു, അതേ നബിയേ, മകന്റെ സ്വത്ത് ഞാൻ എടുത്തിട്ടുണ്ട് നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബാപ്പയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് മകനോട് ചോദിക്കാതെ സ്വത്തെടുക്കാനുള്ള കാരണം? ആ സമയത്ത് ബാപ്പ പറയുന്നു, നബിയേ, ഇതെന്റെ മോനാണ്. ഈ മകൻ ചെറിയ കുട്ടിയായപ്പോൾ അവനിക്കൊന്നിനും കഴിയില്ല നബിയേ, ബലഹീനനാണ്. ഒന്നിനും കഴിയാത്ത കാലത്ത് ചെറിയ കുട്ടിയായപ്പോ വഅന ഖവിയ്യുൻ, ഞാൻ നല്ല ശക്തിയുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്. അന്ന് ഞാൻ നല്ലോണം സമ്പാദിച്ചിട്ടുണ്ട് നബിയേ, ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് നബിയേ, എന്നെ കൊണ്ട് കഴിയുന്ന നല്ല പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സമ്പത്തിൽ നിന്ന് ഒരു നയാ കാശ് പോലും എന്റെ മകനിക്ക് ചെലവാക്കാൻ എത്ര പൈസ വേണമെങ്കിലും എന്റെ കുട്ടിക്ക് ചെലവാക്കുന്നതിൽ ഞാൻ മടി കാണിച്ചിട്ടില്ല നബിയേ. സ്വത്തുക്കൾ മുഴുവനും എന്റെ മകനിക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയതാണ്. ഒരു മടിയും എന്റെ മകനിക്ക് ചെലവാക്കുന്നതിൽ ഞാൻ മടി കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ വഅന ളഈഫുൻ വഹുവ ഖവിയ്യുൻ, നബിയേ, ഇന്ന് എനിക്ക് വടിയില്ലാതെ നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് അധ്വാനിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ശക്തിയില്ല. മകനോ നല്ല ശക്തിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. ഇന്ന് എന്റെ മകനതാ നന്നായി അധ്വാനിച്ച് സമ്പാദ്യമുണ്ടാക്കുന്നു. എന്റെ ആവശ്യത്തിന് ആ മകന്റെ സ്വത്തിൽ നിന്ന് ആവശ്യത്തിനുള്ളത് എടുക്കുമ്പോ എന്റെ മകനിക്ക് ദേഷ്യം വരുന്നു നബിയേ, അതാ മകനിക്ക് വെറുപ്പ് വരുന്നു നബിയേ. ഇത് ന്യായമാണോ?
ഈ വാക്കങ്ങ് കേട്ടപ്പോ ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അതേ, ലോകത്ത് ഒരു മരമോ ഒരു കല്ലോ ഈ വാക്ക് കേട്ടാൽ കരയാതിരിക്കില്ല. ഒരു കല്ലും കരയാതിരിക്കില്ല, ഒരു മരവും കരയാതിരിക്കില്ല. അത്രയും വലിയ സത്യമല്ലേ ഈ ബാപ്പ പറഞ്ഞിട്ടുള്ളത്? എത്ര വലിയ സത്യമാണ്! ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകന്റെ കോളർ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, അന്ത വമാലുക ലി അബീക, നീയും നിന്റെ ബാപ്പന്റേതാണ്, നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റേതാണ്. നിന്റെ ബാപ്പ നിന്റെ സ്വത്തെടുത്താൽ കൈകെട്ടി നിൽക്കലല്ലാതെ ഒരക്ഷരം ബാപ്പക്കെതിരെ മിണ്ടിക്കൂടാ. പ്രിയപ്പെട്ടവരെ, ആ ബാപ്പക്കും ഉമ്മക്കും ചെലവിന് കൊടുക്കുന്ന വിഷയത്തിൽ അമാന്തം കാണിക്കരുത് കേട്ടോ. വേദനയോടെ പറയട്ടെ, എത്രയോ ബാപ്പമാരെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് പരിചയമുണ്ട്. കണ്ണുനീരൊലിപ്പിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് മുഹിമ്മാത്തിന്റെ സമീപത്ത് വെച്ച്, മുഹിമ്മാത്തിന്റെ കീഴിൽ ഒരു സേഫ് ഹോം ഉണ്ട്, അൽമഖറിന്റെ കീഴിൽ ഒരു സേഫ് ഹോം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തും മറ്റു അന്യമതസ്ഥർ നടത്തുന്ന ചില ആശ്രമങ്ങളുണ്ട്. ഒന്നവിടെ ചെന്നു നോക്കൂ. മുസ്ലിംകൾ വളരെ കുറവാണ് അവിടെ ഉള്ളത്. കാരണം ബാപ്പയും ഉമ്മയും ബഹുമാനിക്കാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഇനി ചിലപ്പോൾ വൃദ്ധസദനത്തിലേക്ക് പോകാത്ത പല രക്ഷിതാക്കളുമുണ്ട്, പല ബാപ്പമാരും ഉമ്മമാരുമുണ്ട്. വീട്ടിൽ വെച്ച് കണ്ണുനീര് കുടിക്കുന്നവരാണ്. കിട്ടുന്ന ഗവൺമെന്റിന്റെ ആ ഒരു പെൻഷന് മാത്രം ആശ്രയിക്കുന്നവരാണ്. അവരോട് ചോദിക്കുമ്പോ പറയുന്നത് എന്താ? പൈസ ആവശ്യമുണ്ടെങ്കിൽ മരുമകളോട് ചോദിക്കണം, വീട്ടിലെ മകന്റെ ഭാര്യയോട് ചോദിക്കണം. അവളോട് ചോദിക്കുമ്പോ, കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾക്ക് പൈസ തന്നത്, കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾക്ക് പണം തന്നത് എന്ന് ആ മരുമകൾ ഇയാളെ, ഈ ബാപ്പയെ, ഭർത്താവിന്റെ ബാപ്പയെ ശകാരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മക്കളെ, യുവാക്കളെ, നമ്മുടെ ബാപ്പന്റെ ചെലവിന് വേണ്ടി നമ്മുടെ ഭാര്യമാരോട് യാചിക്കേണ്ട ഒരവസ്ഥ വരുത്തരുത് കേട്ടോ. നമ്മുടെ ഉമ്മക്ക് ചെലവിന് വേണ്ടി നമ്മുടെ ഭാര്യമാരോട് യാചിക്കേണ്ട ഒരവസ്ഥ ഉമ്മ ബാപ്പക്ക് വരുത്തി വെക്കല്ലേ. അത് വലിയ അക്രമമാണ്. ബാപ്പയെ ഉമ്മയെ വേദനിപ്പിക്കലാണ്. അത് വല്ലാത്ത ധിക്കാരമാണ്. ബാപ്പയോടും ഉമ്മയോടും നിരന്തരം ചോദിച്ച് അവർ ചോദിക്കാതെ തന്നെ അവരാവശ്യങ്ങളെ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കണേ. അതാണ് ബാപ്പയോട് ഉമ്മയോട് ചെയ്യുന്ന നന്മ. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ യമനിൽ വെച്ച് വലിയ ഒരു മഹാൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ മഹാൻ, അവരുടെ പേര് ഉവൈസ് എന്നാണ്, ഉവൈസുൽ ഖറൻ എന്നാണ് പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ യമനിൽ നിന്ന്, ഖറൻ നാട്ടിൽ നിന്ന് ഉവൈസ് എന്ന് പറയുന്ന ഒരാൾ വരാനുണ്ട്. അയാൾ വന്നാൽ നിങ്ങൾ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. സ്വഹാബിയല്ല, 1000 ഔലിയാക്കൾ വന്നാലും ഒരു സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് എത്തൂല. അത്രയും വലിയ പദവിയാണ് സ്വഹാബത്തിന്റെ പദവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഈമാനോടുകൂടി ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ ആ നൂറ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമ്മുടെ ഖൽബിലേക്ക്, സ്വഹാബത്തിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു വരുന്നു. അതുകൊണ്ടാണ് സ്വഹാബത്തിനുള്ള പദവി ലോകത്തൊരു ഔലിയാക്കൾക്കുമില്ല. അത്രയും വലിയ പദവിയാണ് സ്വഹാബി എന്നുള്ള പദവി. ആ സ്വഹാബത്തിനോടാണ്
സ്വർഗം കണ്ട സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അശറത്തുൽ മുബശ്ശിരീങ്ങൾ അടക്കമുള്ള സ്വഹാബത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യമനിലെ ഖറൻ എന്ന് പറയുന്ന നാട്ടിൽ ഒരു ഉവൈസി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അപ്പൊ എന്തായിരിക്കും അയാൾ ചെയ്ത നന്മ? എന്തായിരിക്കും അയാൾ ചെയ്ത നന്മ? അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമനിൽ നിന്ന് ധാരാളം ആളുകൾ മദീനയിലേക്ക് വന്നു. ആ വന്ന സമയത്ത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു, അഫീകും ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ആ സമയത്ത് അങ്ങനെ അവരോട് അന്വേഷിച്ച് ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ അവരോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറപ്പുവരുത്തുകയാണ്, അന്ത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങൾ ഉവൈസ് ഇബ്നു ആമിർ ആണോ? അതെ, നഅം, ഞാൻ ഉവൈസ് ഇബ്നു ആമിറാണ്. മിൻ മുറാദ, നിങ്ങളുടെ ഗോത്രം മുറാദ ഗോത്രമാണോ? അതെ, മുറാദ് ഗോത്രമാണ്. മിൻ ഖറൻ, ഖറൻ എന്ന് പറയുന്ന നാടാണോ? അതെ. വീണ്ടും ചോദിച്ചു, മഹാനവറുകൾ ചോദിക്കുകയാണ്, ഫകാന ബിക ബറസുൻ, നിങ്ങൾക്കൊരു വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നോ? ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അടയാളമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു. അതെ, വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു. ഫബറഅത മിൻഹു ഇല്ലാ മൗദിയ ദിർഹമിൻ, ഒരു ചെറിയ ദിർഹമിന്റെ അത്ര മാത്രം ബാക്കിയായിട്ട് ബാക്കിയുള്ള നിങ്ങളുടെ വെള്ളപ്പാണ്ട് മുഴുവനും സുഖപ്പെട്ടിട്ടുണ്ടോ? അതെ, ശരിയാണ്. ഖാല നഅം. എന്നിട്ട് വീണ്ടും ചോദിച്ചു, അല ഖവാലിദ്, നിങ്ങൾക്ക് ഒരു ഉമ്മയുണ്ടോ? നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്കുണ്ടായിരുന്നു. അതെ. ഖാല നഅം. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ മഅ അംദാദിൽ യമൻ, യമൻ നാട്ടിൽ നിന്ന് ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരാള്, മിൻ മുറാദിൻ സുമ്മ മിൻ ഖറൻ, ഖറൻ നിന്ന് മുറാദ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാന ബിഹി ബറസുൻ ഫബറഅ മിൻഹു ഇല്ലാ മൗദിയ ദിർഹമിൻ, അയാൾക്ക് വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ദിർഹമിന്റെ അത്ര വട്ടത്തിലുള്ള സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും അത് സുഖപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബിർറുൻ, അവർക്കൊരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മക്ക് വലിയ ഗുണം ചെയ്യുന്നവരാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ, അവർ അല്ലാഹുവിനോട് ഒരു ദുആ നടത്തിയാൽ അതിന് ഉത്തരം തന്നെ ഉടനെ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. فإن استطعت أن يستغفر لك فافعل فاستغفر لي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉവൈസുൽ ഖർനിയെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അവരോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. ഉടനെ മഹാനവറുകൾ ദുആ ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്തു. ഓ പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ ദറജ, അത്രയും വലിയ സ്ഥാനം, അവരെ ദുആക്ക് അത്രയും വലിയ ഇജാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും സ്വഹാബത്തിനോട് നിങ്ങൾ ഉവൈസുൽ ഖർനിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് തന്നെ ജീവിച്ചവരാണ്. പക്ഷേ പല പ്രാവശ്യം ഉമ്മയോട് പറഞ്ഞു, ഒരു പ്രായമുള്ള ഉമ്മയുണ്ടായിരുന്നു, ആ ഉമ്മക്ക് വേറെ ആരുമില്ല.
ഉമ്മക്ക് ഭക്ഷണം കൊടുക്കാനും ഉമ്മന്റെ വസ്ത്രം അലക്കി കൊടുക്കാനും ഉമ്മയെ കുളിപ്പിക്കാനും ഉമ്മയെ ഉള്ളിലും പുറത്തൊക്കെ കൊണ്ടുപോകാനും ഈ മകൻ ഉവൈസുൽ ഖർൻ മാത്രമാണുള്ളത്. ആ ഉമ്മക്ക്, കിടപ്പിലായ ഉമ്മക്ക് ചികിത്സയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ ആരുമില്ലല്ലോ. കുറെ പ്രാവശ്യം മകൻ ഉവൈസ് തങ്ങൾ ചോദിച്ചു ഉമ്മയോട്, ഉമ്മാ ഞാനൊന്ന് മക്കത്തു മദീനത്തു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് ഞാൻ വരട്ടെയോ? ആ സമയത്തൊക്കെ ഉമ്മ പറഞ്ഞു, മോനെ നീ പോകുന്നത് നല്ലതാണ്, പക്ഷെ എനിക്കാരുണ്ട്, ഞാനിവിടെ ഒറ്റക്കല്ലേ, എനിക്കാര് ഭക്ഷണം തരും, എന്നെ ആര് കുളിപ്പിക്കും, എന്നെ ആര് ശുശ്രൂഷിക്കും മോനെ? ആ കാരണം കൊണ്ട് ഉവൈസുൽ ഖർൻ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വരാനോ കാണാനോ സ്വഹാബിയാകാനോ പറ്റിയിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല. മുത്തുനബിയുടെ കാലത്ത് ജീവിച്ചിട്ട് ഈമാൻ ഉണ്ടായിട്ട് പോലും, വിശ്വാസിയായിട്ട് പോലും മുത്തുനബിയടുത്ത് വരാൻ കഴിയാത്തത് കൊണ്ട്, ആ കാരണം എന്താണ് വരാൻ കഴിയാത്തത്? ഉമ്മക്ക് വേണ്ടിയുള്ള ഖിദ്മത്താണ്, ഉമ്മയെ ശുശ്രൂഷിക്കലാണ്. അത്രയും വലിയ പുണ്യമാണത്. ആ ഉമ്മയെ ശുശ്രൂഷിച്ചത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വരുന്ന സ്വഹാബിയാകുന്ന പദവി കിട്ടിയതിനേക്കാൾ വലിയ ദുആക്ക് ഇജാബത്ത് ആ ഉവൈസുൽ ഖർൻ തങ്ങൾക്കുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത്, അവരോട് ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞത്, അത്രയും വലിയ മഹത്വം അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത് ഉമ്മക്ക് സേവനം ചെയ്തതിന്റെ ഫലമാണ്, ഉമ്മക്ക് ഖിദ്മത്ത് എടുത്തതിന്റെ ഫലമാണ്. എന്റെ ഓർമ്മയിലുണ്ട്, നമ്മുടെ നാടുകളിൽ പലരും ഗൾഫ് നാടുകളിൽ നിന്ന് ജോലി ഒഴിവാക്കിയിട്ട് നാട്ടിൽ വന്ന് നിന്നവനുണ്ട്. ചോദിക്കുമ്പോ എന്താ, ബാപ്പക്ക് വയസ്സാണ്, ബാപ്പക്ക് വേണ്ടതുപോലെ വീട്ടിൽ ശുശ്രൂഷിക്കാൻ ആളില്ല, ഭാര്യക്ക് വേണ്ടതുപോലെ നോക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എന്റെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഉപ്പാക്ക് ഖിദ്മത്തിന് വേണ്ടി നല്ല ജോലിയും കച്ചവടമൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിൽ നിൽക്കുന്ന ചില അതാ മക്കളുണ്ട്. സ്വർഗം നിങ്ങൾക്കുറപ്പാണ്. ആ ബാപ്പന്റെ ഖിദ്മത്തിന് വേണ്ടി നിങ്ങളെല്ലാ അമലും ചെയ്യുന്നതോടുകൂടെ ആ വലിയ നിയത്ത് വെച്ച് ബാപ്പക്ക് ഖിദ്മത്തിന് നിന്ന മക്കളുണ്ടോ? ഉമ്മക്ക് ഖിദ്മത്തിന് നിൽക്കുന്ന മക്കളുണ്ടോ? സ്വർഗം ഉറപ്പാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഖുർആൻ പറഞ്ഞതാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഉമ്മയോട് ബാപ്പയോട് കയർത്തി സംസാരിക്കരുത്, വേദനിപ്പിക്കരുത്, അവരെ നിന്ദിക്കരുത്, അവരെ ഒരിക്കലും തന്നെ മനസ്സിന് വേദന ഉണ്ടാക്കരുത്. അവര് വല്ലതും ആവശ്യപ്പെട്ടാൽ തിരസ്കരിക്കരുത് കേട്ടോ. നമ്മുടെ മക്കളോട് എത്ര കരുണയോടെ കൃപയോടെ ജീവിക്കുന്നില്ലേ, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ? ഇതിനേക്കാളേറെ ഒന്നുമില്ലാത്ത കാലത്ത് നമ്മെ നോക്കിയവരല്ലേ, കഷ്ടപ്പാടുള്ള കാലത്ത് നമ്മെ പൊന്നുപോലെ നോക്കിയ ഉമ്മയും ബാപ്പയല്ലേ? അതുകൊണ്ട് അവരോട് കരുണ കാണിക്കുക, കൃപ കാണിക്കുക, റഹ്മത്ത് ചെയ്യുക. ഉമ്മയോട് ബാപ്പയോട് ഒരിക്കലും തന്നെ മോശമായി പെരുമാറരുത്. പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ, വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരു ഭാര്യയങ്ങ് കിട്ടിയപ്പോൾ ഉമ്മയെ മറന്നു പോകരുതേ. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട് കേട്ടോ, നീ കല്യാണം കഴിക്കുന്നത് കാരണം നിന്റെ ഉമ്മക്ക് ബാപ്പക്ക് വല്ല വിഷമവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ കല്യാണം പോലും മാറ്റിവെച്ച് ഉമ്മക്കും ബാപ്പക്കും ഖിദ്മത്ത് എടുക്കുന്നത് അതിനും പുണ്യമുണ്ടെന്നാണ് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെയും ബാപ്പയുടെയും മനസ്സിൽ നമുക്ക് ഒരു ചെറിയ വേദന പോലും ഉണ്ടാക്കി കളയരുത്, നമ്മൾ ഉണ്ടാക്കരുത്, അതിനവസരമൊരുക്കരുത്. അവരോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറി ആ മാതാപിതാക്കളെ കാലിന്റെ ചോട്ടിലാണ് അൽ ജന്നത്തു തഹത
അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെയും ബാപ്പയുടെയും കാലിന്റെ ചോട്ടിലാണ് സ്വർഗമുള്ളത്. ആ സ്വർഗം സമ്പാദിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ. ഉമ്മയും ബാപ്പയും മരിച്ചു ഖബറിലാണ്. ആ മരിച്ചുപോയ ഉമ്മയും ബാപ്പയും മറന്നു പോകരുത്, അവരെ മറന്നു പോകരുതേ. ഒരു ദിവസം പോലും മറക്കാത്തവരാണ് ഉമ്മയും ബാപ്പയും. മക്കളായ നമ്മെ ഒരു നിമിഷം പോലും മറക്കാത്തവരാണ് ഉമ്മയും ബാപ്പയും. പുറത്തുപോയ മകനെ, രാത്രിയായിട്ടും നിന്റെ ഭാര്യ ഉറങ്ങിയാലും ഉമ്മ ഉറങ്ങുന്നില്ല. ഉമ്മ പറയുന്നത്, അവൻ ഭക്ഷണം കഴിച്ചോ, ഓൻ ചോറ് വെച്ചിനാ, ഓ എന്തെങ്കിലും തിന്നിനാ, ഓ എവിടെ പോയിട്ടുണ്ട്, എന്തെങ്കിലും ബസ് കിട്ടിയോ, കാറ് കിട്ടിയോ, ഇങ്ങനെയൊക്കെയാണ് ഉമ്മ പാതിരാത്രി വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാര്യ മക്കൾ ഉറങ്ങിയാലും ഉമ്മ വീട്ടിലുറങ്ങൂല. മക്കളെ കാത്തിരിക്കുന്ന ഉമ്മയാണ്, ബാപ്പയാണ്. അവരെ മനസ്സ്, അതിന് പകരം മറ്റൊരു മനസ്സ് നമുക്ക് വേറെ കിട്ടൂല. 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയാവില്ലല്ലോ. ഒരു നിമിഷം പോലും മക്കളെ മറക്കാത്തവരാണ് പ്രിയപ്പെട്ടവരെ. ബാപ്പയെ കൊണ്ടുപോയി, ഉമ്മയെ കൊണ്ടുപോയി ആറടി മണ്ണിൽ വെച്ചിട്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം മണ്ണിട്ട് മൂടിയിട്ട് പിരിഞ്ഞു വന്ന മക്കളെ, ബാപ്പന്റെ ഖബർ ഏതാണെന്ന് ചിലപ്പോ പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കേണ്ടി വരുന്ന മക്കളെ, ചിന്തിക്കണേ. ബാപ്പന്റെ ഉമ്മന്റെ ഖബർ മറന്നു പോകരുത് കേട്ടോ. അവരെ ഖബറുകൾ ചെന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയിലും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ ഇടക്കിടക്കെങ്കിലും നമുക്ക് സൗകര്യം പോലെ ഉമ്മയുടെയും ബാപ്പയുടെയും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും മറന്നു പോകരുത്. എല്ലാ ആഴ്ചയും പോകണമെന്നാണ് നമ്മുടെ ഉസ്താദുമാർ, മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അത് വെള്ളിയാഴ്ചയാകൽ പ്രത്യേകം സുന്നത്താണ്, വലിയ കൂലി കിട്ടുന്ന ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസം ഒന്ന് ജുമഅക്ക് മുമ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ജുമഅ കഴിഞ്ഞിട്ടോ ഒന്നവരെ ഖബറുകൾ ചെന്നിട്ട്, അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ, ഉമ്മ അസ്സലാമു അലൈക്കും, ബാപ്പ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് ആ ഉമ്മന്റെ ബാപ്പന്റെ ഖബറിന്റെ സമീപത്ത് ഒരു ഫാത്തിഹ ഓതി, ഒരു യാസീൻ കഴിയുമെങ്കിൽ ഓതിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഓതിയിട്ട് 2 കൈയും റബ്ബിലേക്ക് ഉയർത്തിയിട്ട്, ബാപ്പക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്നുള്ള ദുആ, ആ ഖബർ സിയാറത്ത് മറന്നു പോകരുത് കേട്ടോ. പോകുമ്പോ നിങ്ങൾ ഒറ്റക്ക് പോകരുതേ, മക്കളെയും കൂട്ടിയിട്ട് പോണേ. പോകുമ്പോ മക്കളോട് പറയണം, മോനെ, നിനക്ക് പൈസ തരുന്നതുപോലെ, നിനക്ക് മിഠായി തരുന്നതുപോലെ, നിനക്ക് ബുക്ക് വാങ്ങി തന്നതുപോലെ, നിനക്ക് ഡ്രസ്സ് വാങ്ങി തന്നതുപോലെ, നിനക്ക് സൈക്കിൾ വാങ്ങി തന്നതുപോലെ, നിനക്ക് വാഹനം വാങ്ങി തന്നതുപോലെ എനിക്കും വാങ്ങി തന്ന ബാപ്പയാണ് ഈ ഖബറിൽ കിടക്കുന്നത്. അതുകൊണ്ട് മോനെ, ബാപ്പമാര് മരിച്ചാൽ അവരെ ഖബറിൽ വന്ന് ദുആ ചെയ്യണം എന്ന് മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണേ. അവരെയും കൂട്ടിയിട്ട് പോകണേ. എങ്കിലേ നമ്മൾ മരിച്ചാലും നമ്മളെ ഖബറിന്റെ അടുക്കലേക്കും അവര് വരികയുള്ളൂ. അതുകൊണ്ട് ആ മാതാപിതാക്കളെ ഖബർ സിയാറത്ത് ചെയ്ത് പുണ്യങ്ങൾ നേടി അവരോടുള്ള കടപ്പാട് തീർക്കണമെന്ന് എന്റെ നഫ്സിനോടും മോമിനീങ്ങളോടും ഓർമ്മപ്പെടുത്തി, അർഹമുർ റഹീമായ ജല്ല ജലാലായ രാജ സയ്യിദായ അല്ലാഹ്, നമ്മുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, ഇൽമും അമലും തഖ്വയും വറവും കുറഞ്ഞുപോയ ദുർബലരാണ് അല്ലാഹ്.
നീ റഹ്മാനാണ് അല്ലാ, റഹീമാണ് അല്ലാ, ഗഫൂറാണ് അല്ലാ. റബ്ബേ, ഈ പരിശുദ്ധ റജബ് മാസം ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണം അല്ലാഹ്. ഈമാനും തഖ്വയും വറഉം ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ വലിയ റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഗഫാറാണ്. റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനേ. പാപികളായ ഞങ്ങളെ ശിക്ഷിച്ചിട്ട് നിനക്കൊന്നും കിട്ടാനില്ല റബ്ബേ. നീ എങ്കാലും ഞങ്ങളെ ശിക്ഷിച്ചാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമല്ലോ. ഇവിടെ കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തുകൊണ്ട്, ഈ ഔലിയാക്കളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണം റഹ്മാനേ. ഈ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. റമളാൻ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരേണമേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ബാപ്പ, ഞങ്ങളെ ജ്യേഷ്ഠനുജന്മാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാഹ്. നമ്മുടെയും അവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങളുടെ തഅല്ലുമ്, തഅലീം, തദ്രീസ്, ദീനീ പ്രവർത്തനങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഈ നാട്ടിലും വീട്ടിലും ഇവിടുത്തെ ഈ സംഘാടകരിലും ഇവിടുത്തെ ഉറൂസിന്റെ ജമാഅത്തിന്റെ, നമ്മുടെ പയ്യത്തബയിൽ ജമാഅത്ത് സബ് കമ്മിറ്റി, നമ്മുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, കമ്മിറ്റിക്കാർ, നാട്ടുകാർ, ഉറൂസ് കമ്മിറ്റിക്കാർ, ഇവിടുത്തെ ഈ ഉറൂസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, നേരത്തെ ജാഫർ സഅദി ഉസ്താദ് കുറെ ലിസ്റ്റ് വായിച്ചു. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. നീ അവരെ സഹായിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം അല്ലാഹ്. അവരെ കൊണ്ട് വിജയിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ റബ്ബേ, അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗഭവനമാക്കണം റഹ്മാനേ. ഒരു ചെറിയ വേദന പോലും അവരെ ഖബറിൽ നീ നൽകരുത് അല്ലാഹ്. ഞങ്ങളാക്കിയ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും റബ്ബേ, ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ബാപ്പ മരിച്ചവർ ഈ സദസ്സിലുണ്ട്, ഉമ്മ മരണപ്പെട്ടവരുണ്ട്, ബാപ്പയും ഉമ്മയും മരണപ്പെട്ടവരുണ്ട്, ആങ്ങളമാര്, പെങ്ങന്മാര്, കുടുംബങ്ങൾ മരിച്ചുപോയവരുണ്ട്. എൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ച ഖബറിലാണ്. ഞങ്ങളെ കുടുംബങ്ങൾ പലരും ഖബറിലാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട എളാപ്പ, മൂത്താപ്പമാര്, കാക്കമാരമ്മായിമാര്, കുടുംബങ്ങള്, ബന്ധുമിത്രാദികള്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര് റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് ആരെല്ലാം എവിടെയെല്ലാം മരിച്ചു കിടക്കുന്നുണ്ടോ, പയ്യത്തവയില് പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബർസ്ഥാനിൽ കിടക്കുന്നവർ, ഇവിടത്തെ ഖബർസ്ഥാനിൽ കിടക്കുന്നവർ, ഇന്നലെ മരണപ്പെട്ട അഹമ്മദ് ഹാജി അടക്കമുള്ളവർ റബ്ബേ, നീ അവർക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. നീ അവരെ വേദനിപ്പിക്കരുത് റഹ്മാനെ, പ്രയാസപ്പെടുത്തരുത് റഹ്മാനെ. ഒരു ചെറിയ ബുദ്ധിമുട്ടും നീ അവർക്ക് ഖബറിൽ നൽകരുത് റഹ്മാനെ. അല്ലാഹ്, ഒരു ചെറിയ പ്രയാസവും നീ നൽകരുത് റഹ്മാനെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബർ നീ വിശാലത ചെയ്തു കൊടുക്കണം റഹ്മാനെ. നമ്മയും അവരെയും സ്വർഗീയ അഹ്ലികാരിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ മരിക്കുന്ന സമയത്തും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കുന്നവരിൽ പെടുത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കയ്യിലുള്ള നല്ല സംഭാവനകൾ ഇവിടെ കൊണ്ടുതരിക.
മുസാഫഹത്ത് പൈസ ഉള്ളവരില്ലാത്തവർ മുസാഫഹത്ത് വലിയ സുന്നത്താണ്. പൈസ ഉള്ളവർ കയ്യിൽ കൊണ്ടു തരിക. സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും വരും കൈ മുസാഫഹത്ത് ചെയ്യാൻ നമുക്ക് പൈസ ഉള്ളവർ കൊണ്ടു തരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പീടെടുത്താലും നല്ലതായിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കണം. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നാളെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ മഹ്ളറത്തുൽ ബദരിയാണ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. എല്ലാവരും നാളെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഈ സദസ്സിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. സ്ത്രീകൾക്കും ആ മഹത്തായ സദസ്സിൽ ഈ മഹ്ളറത്തുൽ ബദരിയ മജ്ലിസിൽ പങ്കെടുക്കാം. അവരും വരണം ഇൻഷാ അല്ലാഹ്. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ സാധാരണ നടക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി നടക്കും. നാളെ സ്വലാത്ത് വാർഷികമാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കൃത്യം 8:30 മണിക്ക് തന്നെ നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസ് ഇവിടെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും സംബന്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നാളെ മഗ്രിബിന് മുമ്പായി എല്ലാ വീടുകളിൽ നിന്ന് പത്തിരി എത്തിക്കണം. എല്ലാ വീടുകളിൽ നിന്ന് പത്തിരി എത്തിക്കണം. എല്ലാവരും നാളെ വരുമ്പോൾ തേങ്ങയും കൊണ്ടുവരണമെന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി പലരും സംഭാവന നൽകി. എസ്.എ. റഹ്മാൻ ദുആ ചെയ്യാൻ 500 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. താഹിറ ടിൻ ഷീറ്റിന് വേണ്ടി 750 രൂപ ഇവിടെ നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹമീദ് നീറോൾ നെക്കിലത്തല 5 കിലോ ആട്ടിറച്ചിയുടെ 3500 രൂപ നൽകിയിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ സംഭാവന നൽകിയിട്ടുണ്ട്. വാർഷിക സ്വലാത്തിന് ഒരാൾ 2511 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ട ബാപ്പ ഉമ്മാന്റെ പേരിലും ജീവിച്ചിരിപ്പുള്ള കുടുംബത്തിലെ എല്ലാവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. 2-3 ബോറ് കുടിച്ചിട്ടുണ്ട്, വെള്ളം കിട്ടിയിട്ടില്ല. 3-ാമത്തെ ബോറിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. 10 കിലോ പഞ്ചസാര എത്തിച്ചിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. മൊയ്തീൻ MM വാർഷിക സ്വലാത്തിന് തേങ്ങയുടെ 2500 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ ആഫിയത്തിന് വേണ്ടി, കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി, അതുപോലെ കുടുംബാംഗങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും ലഭിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരു 10 കിലോ പഞ്ചസാര ഒരാൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരുടെ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ഈ പറയപ്പെട്ട സംഭവന എല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ നമ്മുടെ സ്വലാത്ത് വാർഷികത്തിന്റെ നേതൃത്വത്തിന് അഭിവന്ദരായ സയ്യിദ് തങ്ങളവറുകൾ നേതൃത്വം നൽകുന്നതാണ്. എല്ലാവരും സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിൽ നമുക്ക് നന്നായി ഒരു ഏകദേശം 1.5 മണിക്കൂറോളം അതിൽ കൂടുതൽ നല്ല ഒരു പ്രഭാഷണം നടത്തി തന്ന ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ സഖാഫി അവർക്ക് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.